ഇനി സുജൂദ് കഴിഞ്ഞല്ലോ അല്ലേ? അതായത് വയഖൂലു ഫി സുജൂദിഹി സുബ്ഹാന റബ്ബിയൽ അഅല സലാസൻ വദാലിക അദ്നാഹു. അവിടം വരെയാണ് നമ്മൾ ഓതിയ. ഇനി സുമ്മ യർഫഉ റഅസഹു വയുകബ്ബിറു. അപ്പോൾ ഈ സുജൂദിൽ അങ്ങനെ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെന്താക്കണം? പിന്നെ തക്ബീർ ചൊല്ലി എഴുന്നേക്കണം എന്നാ. സുമ്മ യർഫഉ റഅസഹു, ഇവൻ്റെ തലയെ ഉയർത്തുക, വയുകബ്ബിറു, തക്ബീറും ചെല്ലുക. തക്ബീർ ചെല്ലുക എന്ന് പറഞ്ഞെടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്താണ്? മഅർ റഫഇ, ആ ഉയരുന്നതോട് കൂടെ തക്ബീർ ചെല്ലുക എന്ന് ലുബാബിൽ പറയുന്നുണ്ട്. പിന്നെ തക്ബീറിൻ്റെ കാര്യം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നീട്ടണ്ടാന്ന്. അല്ലാഹു അക്ബർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഷാഫി മദ്ഹബിൽ എന്താണ്? ഇങ്ങനെ അല്ലാഹ് നീട്ടിക്കൊണ്ടുവരും പോലെ നീട്ടാനില്ല, അല്ലാഹു അക്ബർ. അപ്പോൾ ഇവിടെ തല ഉയർത്തുക എന്നേ ഉള്ളൂ. തല അല്പം ഇങ്ങനെ ഉയർത്തിയാൽ മതിയോ? അതുപോരാ. അതാ പിന്നെ പറയുന്ന ഫൈദത്തുമ അന്ന ജാലിസൻ. അപ്പം അങ്ങനെ തല ഉയർത്തി തക്ബീർ ചൊല്ലി മുത്തുമ ഇന്നായാൽ, ജാലിസൻ ഇരുന്നവനായ നിലയിൽ അനക്കമടങ്ങിയാൽ. തുമനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനു എന്നാണല്ലേ. ഇത്തുമ അന്ന എന്ന് പറഞ്ഞാൽ സക്കന, അനക്കടങ്ങുക എന്നല്ലേ. ഇരുന്നവനായ നിലയിൽ അനക്കടങ്ങിയാൽ എന്താക്കണം? കബ്ബറ, വീണ്ടും തക്ബീർ ചെല്ലണം. സുമ്മ അലവ സജദ, സുജൂദും ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ സുജൂദാണ് പറയുന്നത്. അവിടെ തക്ബീർ ചെല്ലേണ്ടത് ഔദിഹി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മടങ്ങി പോകുമ്പോഴാണ് എന്താക്കേണ്ടത്? തക്ബീർ ചെല്ലേണ്ടത്. അപ്പം അങ്ങനെ ഇങ്ങനെ ഉയർന്നിരിക്കൽ എന്താണ്? നിർബന്ധമാണെന്നായല്ലോ. അതെ, അങ്ങനെ ഉയർന്നിരിക്കണം എന്നാ. ഇരിക്കലെങ്ങനെ? എത്ര ഉയരണം എന്നതിനെക്കുറിച്ച് ലുബാബിൽ പറയുന്നു. വതകല്ലമു ഫി മിഖ്ദാരി റഫഇ വല്ലസഹു അന്നഹു ഇദാ കാന ഇല സുജൂദി അഖറബ ലാ യജൂസു ലിഅന്നഹു യുഅദ്ദു സാജിദൻ വഇൻ കാന ഇലൽ ജുലൂസി അഖറബ ജാസ ലിഅന്നഹു യുഅദ്ദു ജാലിസൻ ഫതതഹഖഖു സാനിയത്തു. അതായത് രണ്ടാമത്തെ ഒരു ജുലൂസായി സുജൂദായി കൂട്ടണമല്ലോ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഫസിലായി വരാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പിന്നെ ഇരുത്തം. അപ്പോൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ട് എന്താണ്? നിവർന്നിങ്ങനെ ഇരിക്കുന്നതിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇരുത്തത്തിലേക്ക് എന്താണ്? ഇങ്ങോട്ട് അക്രബാകുന്ന രീതിയിലാണെങ്കിൽ അത് മതി. അല്ല, സുജൂദിലേക്ക് അക്രബാകുന്ന രീതിയിലാണെങ്കിൽ അത് പോരാ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് തല ഉയർത്തിയിട്ട് അവിടെ തന്നെ സുജൂദ് ചെയ്താൽ പോരാ. ചിലരങ്ങനെ ചെയ്യും. ഷാഫി മദ്ഹബിൽ തീരെയും പോരാ. കാരണം എന്താ? ഷാഫി മദ്ഹബിൽ അതൊരു റുക്നുമാണ്. അവിടെ തുമനീനത്തും വേണം. തുമനീനത്ത് ഹനഫി മദ്ഹബിലും വേണം. കാരണം ഒരു തസ്ബീഹിൻ്റെ ഖദർ തുമനീനത്തും ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതിനും പുറമെ എന്താണ്? നിവർന്നിരിക്കണം. നട്ടെല്ല് എന്താകുക? പഴയ സ്ഥിതിയിലേക്ക് എത്തുന്ന രീതിയിൽ നിവർന്നിരുന്നിട്ട് വേണം എന്താകാൻ? സുജൂദ് ചെയ്യാൻ. അപ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് അത്രയും നിവരണം എന്നില്ല. എന്താണ്? സുജൂദിലേക്ക് അക്രബാകാത്ത രീതിയിൽ, ഖിയാമിലേക്ക് അക്രബാകുന്ന രീതിയിൽ ഉയർന്നാൽ മതീന. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത സുജൂദ് ചെയ്യാം. പിന്നെ അപ്പോൾ ഇത് വാജിബാന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ അതെ, വാജിബാണ്. പിന്നെ ഇനി ഈ ഇരുത്തത്തിൽ ദിക്റുണ്ടോ? എഴുത്തിദാലിൽ ദിക്റുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ്? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഇമാമും മഅ്മൂമും ആകുമ്പോൾ ഒന്ന് ഇമാമും പറയാം, മറ്റേത് മഅ്മൂമും പറയാം. എങ്ങനെയായാലും മൊത്തത്തിൽ എന്താണ്? എഴുത്തിദാലിൽ ദിക്റുണ്ട്. ഈ ഇടയിലിരുത്തത്തിൽ ദിക്റുണ്ടോ? ദിക്റില്ല എന്നാ. പിന്നെ ജൗഹറത്തുൻ നയ്യിറയിൽ പറയുന്നു, വലൈസ ഫി ഹാദൽ ജുലൂസി ദിക്റും മസ്നൂനുൻ ഇൻദനാ.
ഈ ഇരുത്തത്തിൽ സുന്നത്തായ ദിക്റില്ല നമ്മളടുക്കൽ ഹനഫി മദ്ഹബ് അനുസരിച്ച്. അപ്പോൾ ഇങ്ങോട്ട് വരിക, എന്ത് ചെയ്യുക, അങ്ങ് പോവുക എന്നുള്ളതാണ്. പിന്നെ എന്നാൽ അവിടെ ഈ ലുബാബിൻ്റെ തഹ്ഖീഖിൽ എഴുതുന്നത് നസ്സത്ത് കുത്തുബുൽ മദ്ഹബി അല അന്നഹു ലൈസ ബൈന സജ്ദത്തൈനി ദിക്റും മസ്നൂനുൻ. ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ നസ്സായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സുജൂദിൻ്റെ ഇടയിലിരുത്തത്തിൽ ദിക്റില്ല എന്നുള്ളത്. അതിന് പല കിതാബിലുണ്ട്. പിന്നെ ലാക്കിൻ ഖാല ഇബ്നു ആബിദീൻ, ഹാഷിയത്ത് ഇബ്നു ആബിദീൻ റദ്ദുൽ മുഖ്താർ എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞു അദ്ദിക്റു ബഅദർ റഫഇ ഗൈറു മക്രൂഹിൻ. അപ്പോൾ ആ ഇരുത്തത്തിൽ സുന്നത്തുള്ള ദിക്ർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിക്ർ ചെല്ലൽ ജായിസാണോ ഇല്ല എന്നാണ് ഈ ഇബ്നു ആബിദീൻ എന്ന് പറഞ്ഞവർ പറയുന്നത്. അവിടെ ഇരുത്തത്തിൽ ദിക്ർ ചെല്ലൽ കറാഹത്തില്ല, ഗൈറു മക്രൂഹിൻ. വഅദമു കൗനിഹി മസ്നൂനൻ, ആ ദിക്ർ ഈ ഇരുത്തത്തിൽ സുന്നത്തില്ല എന്നുള്ളത് ലാ യുനാഫിൽ ജവാസ, അത് ജായിസാകുന്നതിനെതിരല്ല എന്ന് പറഞ്ഞ് ബൽ യംബഗി അൻ യുന്തബ ദുആഉ ബിൽ മഗ്ഫിറത്തി ബൈന സജ്ദത്തൈനി. വെറും ജവാസല്ല, രണ്ട് സുജൂദിൻ്റെ ഇടയിലും മഗ്ഫിറത്ത് കൊണ്ട് ദുആ ഇരക്കൽ മന്ദൂബാണ്. യംബഗി അൻ യുന്തബ മന്ദൂബാണ്. അപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് റബ്ബി ഗ്ഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വഅഫു അന്നി, അത്രയുണ്ട്. അപ്പോൾ ഈ എന്താണ് ജായിസാണ് അല്ലെങ്കിൽ എന്താണ് മന്ദൂബാണെന്ന് പറഞ്ഞതനുസരിച്ച് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് മാത്രം പറയുക. ഇടയിലിരുത്തത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് മാത്രം പറയുക. അത് അങ്ങനെ വേണ്ടതാണെന്ന് അറിയാൻ കാരണം എന്താ, ഖുറൂജം മിൻ ഖിലാഫിൽ ഇമാം അഹമ്മദ് ഇമാമിൻ്റെ ഖിലാഫ് എന്ന് പുറത്താകാൻ വേണ്ടി അലി ഇബ്താലിഹി സലാത്ത ബി തർക്കിഹി ആമിദൻ. അതായത് രണ്ട് എന്താണ് സുജൂദിൻ്റെ ഇടയിലിരുത്തത്തിൽ മഗ്ഫിറത്ത് കൊണ്ട് ദുആ ഇരക്കണം ഹംബലി മദ്ഹബ് അനുസരിച്ച്. അതായത് അല്ലാഹു മഗ്ഫിർലി പറയൽ നിർബന്ധമാണ്. അപ്പോൾ അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും എന്നാണ് ഹംബലി മദ്ഹബ്. അപ്പോൾ അങ്ങനത്തെ ഖിലാഫാകുമ്പോൾ അത് പരിഗണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് മന്ദൂബ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വലമ്മറ മൻസർറഹ ബിദാലിക ഇൻദനാ. നമ്മളെ ഹനഫി മദ്ഹബിൻ്റെ മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ലാക്കിൻ സറഹു ബിസ്തിഹ്ബാബി മുറാഅത്തിൽ ഖിലാഫുകൾ പരിഗണിക്കണം എന്നത് മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടിസ്ഥാനത്തിൽ റബ്ബ് ഗ്ഫിർലി പറയണം. അപ്പോൾ മദ്ഹബിൻ്റെ കിതാബുകളിലെല്ലാം നസ്സായിട്ട് സുന്നത്തായ ദിക്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജായിസാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സുന്നത്തായ ദിക്റില്ല എന്ന് തന്നെ. ഇനി ഒരാൾ ചെല്ലിയെങ്കിൽ അതിന് കുഴപ്പം പറയാനുമില്ല. കാരണം അല്ലാഹു മഗ്ഫിർലി മാത്രം പറഞ്ഞെങ്കിൽ അതിനെ ആക്ഷേപിക്കാനില്ല. കാരണം ഇങ്ങനെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ ഒരു ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അപ്പോൾ അതാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ദിക്റിൻ്റെ കാര്യം. പിന്നെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കേണ്ടത്, ജൽസത്തിൽ മുത്തഷഹിദി, അത്തഹിയ്യാത്ത് ഓതാൻ ഇരിക്കുന്ന ഇരുത്തം പോലെ. അതായത് നിസ്കാരത്തിൽ രണ്ട് അത്തഹിയ്യാത്തിനുള്ള ഇരുത്തവും ഇടയിലിരുത്തം ഉള്ളത്. ഇത് ഹനഫി മദ്ഹബിൽ വ്യത്യാസമല്ല, ആണിനും പെണ്ണിനും ഒന്നും വ്യത്യാസമല്ല. ആണിൻ്റെ ഇത് ഈ എല്ലാ സമയത്തും ഒരുപോലെയാണ്, പെണ്ണിൻ്റെത് എല്ലാ സമയത്തും ഒരുപോലെ. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന് തവർറുക്കാണ്, മറ്റേത് ഇഫ്തിറാഷാണ് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തഹിയ്യാത്തിന് ഇരിക്കും പോലെ തന്നെ ഇരിക്കേണ്ടത്. അപ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ആണിരിക്കേണ്ടത്, എന്താണ് പെണ്ണിരിക്കേണ്ടതോ അത് തവർറുക്കിൻ്റെ ഇരുത്തമാണ്. പിന്നെ അതാ ജിൽസത്തിൽ മുത്തഷഹിദി എന്ന് തന്നെ പറയുന്നുണ്ട്. ഇനി തക്ബീറിയല്ലി സുജൂദ് പോകണം. ഫൈദത്തുമ അന്ന സാജിദൻ, അങ്ങനെ സുജൂദിലായി അനക്കമടങ്ങിയാൽ കബ്ബറ തക്ബീർ ചെല്ലണം. വസ്തവ ഖായിമൻ അലാ സുദൂരി ഖദമൈഹി, നിന്നവനായ നിലയിൽ ചൊവ്വാകണം എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കണം. ഇസ്തവ ഖായിമൻ, നിവർന്ന് നിൽക്കണം. അപ്പോൾ തക്ബീർ ചൊല്ലി എഴുന്നേൽക്കണം എന്നോ. അതാ തക്ബീർ ചൊല്ലേണ്ടതോ അന്നുഹൂലി എന്ന് പറയുന്നുണ്ട്, ഉയർന്നു വരുമ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്. അപ്പോൾ ഒരു അല്ലാഹു അക്ബർ എന്ന് പറയും, നീട്ടണ്ട. വസ്തവ ഖായിമൻ, നിവർന്ന് നിൽക്കണം. എങ്ങനെ, അലാ സുദൂരി ഖദമൈഹി, രണ്ട് കാൽപാദത്തിൻ്റെ മുകളിലായി എഴുന്നേൽക്കണം എന്നാ, നിൽക്കണം. അതിൻ്റെ രൂപം എങ്ങനെയെന്ന് ലുബാബിൽ തന്നെ പറയുന്നുണ്ട്. വദാലിക ബിഅൻ യഖൂമ,
ഇവൻ എഴുന്നേൽക്കുക. അസാബിഉൽ ഖദമൈനി രണ്ട് കാൽപാദത്തിൻ്റെ വിരലുകൾ അല ഹൈഅത്തിഹാ ഫി സുജൂദി സുജൂദിൽ ഏത് രീതിയിലാണോ ഉള്ളത് അതുപോലെ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുക. സുജൂദിൽ ഏത് രീതിയിലുള്ളത്? കിബിലയിലേക്ക് മടക്കി വെക്കണം എന്ന് പറഞ്ഞല്ലോ. മുന്നോട്ട് മടക്കി കിബിലക്ക് നേരെ ആക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ വിരൽ മടക്കി കുത്തിയിട്ടാണ് സുജൂദിലുള്ളത്. അപ്പോൾ അങ്ങനെ മടക്കി കുത്തിയത് ആ വിരൽ അനക്കാതെ അതുപോലെ തന്നെ പിന്നോട്ട് ഇങ്ങനെ നേരെ അങ്ങ് എഴുന്നേൽക്കുക, അതേ ഉള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ വല യഖുദു അവന് ഇരിക്കരുത്, ഇസ്തിറാഹത്തിന് ഇരിക്കരുത് എന്ന പോലെ കൈകുത്തുകയും ചെയ്യരുത്. വല യഅ്തമിദു ബിയദൈഹി അലൽ അർളി സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിലത്ത് കൈകുത്തരുത് എന്നാ. നിലത്ത് കൈകുത്തിയിട്ട് ശാഫി മദ്ഹബ് അനുസരിച്ച് ഇസ്തിറാഹത്തിന് ഇരിക്കണം. പിന്നെന്താക്കണം, അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ മുന്നോട്ടായുമ്പോൾ അപ്പോൾ ഒന്ന് കൈകുത്തണം. മുന്നോട്ട് കൈകുത്തി ആഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് ഉയരുമ്പോൾ അപ്പോഴും കൈകുത്തണം. ഇങ്ങനെ 2-3 വട്ടം കൈകുത്തിയിട്ടാണ് എന്ത് എഴുന്നേൽക്കേണ്ടത്. അപ്പോൾ ഹനഫി മദ്ഹബിലോ സുജൂദിൽ നിന്ന് നേരെ എന്ത് ഖിയാമിലേക്ക് കണ്ടുവരിക, കൈയൊന്നും കുത്തരുത്, നിലത്ത് മുട്ടിന് കൊടുത്ത് എഴുന്നേൽക്കുക, ഊന്നി എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ഇരുത്തം ഒഴിവാക്കൽ വാജിബാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒഴിവാക്കൽ വാജിബാണെന്ന് മുമ്പ് വാജിബാത്ത് വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ കൈകുത്തിയാലോ, കൈകുത്തൽ എന്താണ്? തൻസീഹിൻ്റെ കറാഹത്താണ്. ലിമൻ ലൈസ ബിഉദ്രിൻ ഉദ്ർ ഇല്ലാത്ത ആളിന് എന്താണ് തൻസീഹിൻ്റെ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല, ഈ ഇരുത്തവും തൻസീഹിൻ്റെ കറാഹത്താണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഉഴുതിരില്ലാത്ത ആൾ, അപ്പോൾ പ്രായമുള്ള ആൾ, എഴുന്നേക്കാൻ പ്രയാസമുള്ള ആൾ, അവരൊക്കെ കൈകുത്തി എഴുന്നേക്കാം. അപ്പോൾ കാലുമുട്ട് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകുത്തി എഴുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ 2ാമത്തെ റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ കൈ നിലത്ത് കുത്തരുത് എന്ന് പറഞ്ഞ്, പിന്നെ അവിടെ കുത്തേണ്ടത് എന്നുള്ളത് ജൗഹറത്തിൻ്റെ ഈറയിലുണ്ട്. മുഅ്തമിദൻ ബിയദൈഹി അലാ റുക്ബത്തൈഹി ഇവൻ്റെ 2 കയ്യിനെ കുത്തണം. അലാ റുക്ബത്തൈഹി 2 കാൽമുട്ടിൽ കുത്തണം. അപ്പോൾ 2 കാൽമുട്ടിൽ ഇങ്ങനെ ഊന്നിക്കൊണ്ടാണ് എന്താണ് എഴുന്നേക്കേണ്ടത്. പിന്നെ ഇരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി വയഫ്അലു ഫി റക്അത്തി സാനിയത്തി 2ാമത്തെ റക്അത്തിൽ ചെയ്യണം. മിസ്ലമാ ഫഅല ഫിൽ ഊല 1ാമത്തെ റക്അത്തിൽ ചെയ്തതുപോലെ ചെയ്യണം. ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ നിൽക്കണം ആദ്യം, ഖിയാമ്, പിന്നെ ഖിറാഅത്തുണ്ട്, ഫാത്തിഹയും സൂറത്തും ഓതണം, പിന്നെ റുക്കൂഴും സുജൂദും, ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് ആ 1ാമത്തെ റുക്കൂഴിലുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് 1-2 കാര്യം ഒഴിവുണ്ട്. അതാ പറഞ്ഞത് ഇല്ലാ അന്നഹു ലാ യഫ്തത്തിഹു വലാ യതഅവ്വദു 1ാമത്തെ റക്അത്തിൽ ചെയ്തതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ 1ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ സനാ ഓതിയിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അഊദ് ഓതിയിട്ടുണ്ട്. എന്നാൽ ഈ സനാവും അഊദും 2ാമത്തെ റക്അത്തിൽ ഇല്ല. അതാ ഇല്ലാ അന്നഹു ലാ യഫ്തത്തിഹു ഇഫ്തിതാഹിൻ്റെ ദുആ, അതായത് സനാ ഓതരുത് എന്ന് മാത്രമല്ല, പിന്നെ അഊദ് ഓതരുത്, തഅവ്വുദില്ല. അതിന് കാരണം പറഞ്ഞതിൽ അന്നദാലിക ലം യുശ്റഅ ഇല്ലാ മറത്തൻ, അത് ഒരു തവണയല്ലാതെ മശ്റൂ ആയിട്ടില്ല, ഒറ്റ തവണ അത് നിയമമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൽ ഒന്നായിട്ട് എന്താണ് ദുആഉൽ ഇഫ്തിതാഹും തഅവ്വുദും ആ 1ാമത്തെ റക്അത്തിൽ മാത്രമേ ഉള്ളൂ. 2, 3, 4 റക്അത്തിൽ അഊദും ഇല്ല എന്നാണ്. അപ്പോൾ ഒരാൾ മസ്ബൂക്കാണെങ്കിൽ എന്താക്കണം? മസ്ബൂക്കായിട്ട് ഇമാമ് സലാം വീട്ടിയതിന് ശേഷം അടുത്ത റക്അത്ത്, ബാക്കിയുള്ള റക്അത്ത് നിസ്കരിക്കാൻ ഇയാൾ എഴുന്നേൽക്കുമ്പോൾ ഇയാളുടെ എന്താണ് ആദ്യമാണ് അത് എന്നാ, നിസ്കാരത്തിൻ്റെ ആദ്യമാണ്. അപ്പോൾ ഇയാൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നത് ഇയാളുടെ നിസ്കാരത്തിൻ്റെ അവസാനമാണെന്നുമാണ്. അതൊരു ഖിലാഫ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമാകുമ്പോൾ എന്താക്കണം? പിന്നെ സനാവ് ഓതണോ അഊദ് ഓതണോ? അങ്ങനെ മസ്ബൂക്കിങ്ങൾ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റിട്ട് ബാക്കി നിസ്കരിക്കുമ്പോൾ അതിലെ 1ാമത്തെ റക്അത്തിൽ അതിലെ തുടക്കത്തിൽ എന്താക്കണോ? സനാവ് ഓതി അഊദ് ഓതി പിന്നെ ഫാത്തിഹയും സൂറത്തും ഓതി പിന്നെ അതിൻ്റെ അടുത്ത റക്അത്തിൽ ഇത് രണ്ടും ഇല്ല. അങ്ങനെയാണ്.
പിന്നെ ഇനി വലായർഫ യദൈഹി ഇല്ലാ ബി തക്ബീറത്തിൽ ഊല. എന്ന പോലെ എന്താണ്, ഒന്നാമത്തെ റക്അത്ത് ചെയ്യും പോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ എന്താക്കണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൻ്റെ തുടക്കത്തിൽ കൈ ഉയർത്തി കെട്ടണോ? അത് വേണ്ട. അതാ വലായർഫ യദൈഹി, അവൻ്റെ രണ്ട് കൈ ഉയർത്തൽ ഇല്ലാ ബി തക്ബീറത്തിൽ ഊല, ആ തക്ബീറത്തിൽ ഇഹ്റാമിൽ മാത്രമേ ഉയർത്താവൂ, അല്ലാതെ ഉയർത്തരുത് എന്നാ. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ എവിടം വരെ എത്തു? ഈ പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നത് വരെ എത്തിയാൽ ഇനി തഷഹുദ് ഓതണം എന്നാണ് അതിന് പറയുന്നത്. ഫൈദാ റഫഅ റഅസഹു, ഇനി അയാൾ തല ഉയർത്തിയാൽ മിനസ്സജ്ദത്തി സാനിയത്തി, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഫിർ റക്അത്തി സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തിയാൽ ഇഫ്തറഷ വിരിക്കണം എന്ന, പരത്തി വെക്കണം. റിജ്ലഹുൽ യുസ്ര, അവൻ്റെ ഇടത്തെ കാല് പരത്തി വെക്കണം. അതായത് ഇഫ്തിറാഷിൻ്റെ ഇരുത്ത ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്ത അങ്ങനെയാണല്ലോ, ഇടത്തെ കാലിങ്ങനെ പരത്തി വെച്ചിട്ട് നിലത്തിങ്ങനെ വെക്കുക. അതിൻ്റെ കാലിൻ്റെ മുകൾ ഭാഗം, അതായത് ലഹർ ഭൂമിയിൽ തട്ടിയിരിക്കുക, ബത്തിന് കാലിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് വിരിച്ചു വെച്ചിട്ട് അയ്മലിരിക്കുക. ഫജലസ അലൈഹ, ആ ഇടത്തെ കാലിൻ്റെ മുകളിലിരിക്കുക എന്നാ. ഇത് ആണാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതായത് ഇഫ്തറഷ എന്നുള്ളിടത്ത് ലുബാബിൽ ഇഫ്തറഷ റജുലു എന്ന് പറയുന്നുണ്ട്, പെണ്ണങ്ങനല്ല ചെയ്യേണ്ടത്. പിന്നെ പറയും വനസബ. അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഇവനെന്ത് ചെയ്യണം? വനസബൽ യുംന നസ്ബൻ, വലത്തെ കാലിനെ നാട്ടി വെക്കണം. നാട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ വിരൽ കുത്തി വെക്കുക എന്നാണല്ലോ. വിരൽ കുത്തി വെക്കുമ്പോൾ എന്താ വിരൽ കൊണ്ട് ചെയ്യേണ്ടത്? വജ്ജഹ അസാബിയഹ, ആ വലത്തെ കാലിൻ്റെ വിരലുകളെ മുന്നിടിക്കണം. നഹ്വൽ ഖിബിലത്തി, ഖിബിലയുടെ ഭാഗത്തേക്ക് മുന്നിടിക്കണം. ഇങ്ങനെയാണ്. പിന്നെ അപ്പോൾ പെണ്ണാണെങ്കിൽ ജലസത്തല അല്യത്തിഹൽ യുസ്ര, അവളുടെ ഇടത്തെ ചന്തിമേലിരിക്കണം. അതായത് തവറുക്കിൻ്റെ ഇരുത്തായിരിക്കണം എന്ന്, ഇടത്തെ ചന്തിൻ്റെ മേൽ ചന്തി നിലത്ത് വെച്ചിരിക്കുക. വാഹ്റജത്ത് റിജ്ലഹ മിനൽ ജാനിബിൽ ഐമനി, അവളുടെ ഇടത്തെ കാലിനെ എന്താക്കണം? വലതുഭാഗത്തേക്ക് പുറത്തേക്കിടണം. അതെന്തിനാ കാരണം? അല്ലെ അന്നഹു അസ്തറുലഹാന്ന്, അവൾക്ക് കൂടുതൽ മറ. പെണ്ണ് എപ്പോഴും മറിഞ്ഞിരിക്കേണ്ടവളും ഒളിഞ്ഞിരിക്കേണ്ടവളും എന്താണ്, ഒതുങ്ങി ജീവിക്കേണ്ടവളുമാണല്ലോ. അപ്പോൾ അത് ശീലിക്കുന്നതിനോട്, ആ സ്വഭാവത്തിനോട് കൂടുതൽ യോജിപ്പതാണ്. മറ്റേതിങ്ങനെ കാലിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുമ്പോൾ തോന്നുമല്ലോ, അത് വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പതുങ്ങിയിരിക്കണമെന്ന്. അപ്പോൾ തെളുമ്മു ഫഹദൈഹ, എന്നിട്ട് രണ്ട് ഫഹദ് കൂട്ടിയാൽ വെക്കണ്ട. ആണാവുമ്പോൾ 4 വിരൽ അകത്തി വെക്കണം എന്നാണല്ലോ. പെണ്ണാവുമ്പോഴോ രണ്ട് ഫഹദും കൂട്ടിയാൽ വെക്കണ്ടേ. ആ തെയ്യത്തിനിരിക്കുമ്പോൾ ഇടയിലിരുത്തത്തിലൊക്കെ തുട രണ്ടും എന്താണ് ചേർത്താണ് വെക്കേണ്ടത്. തജാലു സാക്കൽ യുംന അല സാക്കൽ യുസ്ര, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കദമ് വലത്തെ കാലിൻ്റെ അടിയിലൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സാക്കോ തണ്ടൻകാല്, അത് വലത്തെ തണ്ടൻകാലിൻ്റെ അടിയിലായിട്ട് ഇടത്തെ തണ്ടൻകാലും വരും. ഈ രീതിയിലാണ് പെണ്ണിരിക്കേണ്ടത് എന്ന് ലുബാബിലും ജോഹറത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വദഅയദൈഹി, ആണിങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ രണ്ട് കയ്യിനെ വെക്കണം. അല ഫഹദൈഹി, രണ്ട് തൊടയുടെ മേൽ വെക്കണം. തൊടയുടെ മേൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കേണ്ടത്? അതിൻ്റെ വിരലിൻ്റെ അറ്റം മുട്ടിൻ്റെ അറ്റത്തിനോട് സമമാകുന്ന രീതിയിൽ വെക്കണം എന്നാ. അവിടെ വെക്കണം എന്ന് പറഞ്ഞത് അത് ഇങ്ങനെ നിസ്കാരത്തിൽ എന്താണ് അവിടെ ഇവിടെയൊക്കെ തൊട്ട് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ അങ്ങനെ വിരലുകളുടെ അറ്റവും എന്നപോലെ മുട്ടും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ആ മുട്ടിനോട്, കാലിൻ്റെ മുട്ടിനോട് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. മുട്ടിൽ പിടിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെ വെക്കേണ്ടത്. എന്നിട്ട് ബസത്ത അസാബിയാഹു,
ഇവൻ്റെ കയ്യിനെ നിവർത്തി വെക്കണം, മടക്കി വെക്കരുത് എന്നർത്ഥം. അല്ല, വിരലിനെ മടക്കി വെക്കരുത്, നിവർത്തി. ബസത്താന്ന് പറഞ്ഞാൽ നിവർത്തുക എന്നാണ്. അപ്പോൾ വിരൽ മടക്കി പിടിക്കരുത്. അതായത് ഷാഫി മദ്ഹബിൽ എന്താണ് 53 എണ്ണുന്നവനെ പോലെ വിരൽ മടക്കി പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതില്ല എന്നർത്ഥം. പിന്നെ വിരൽ നിവർത്തി വെക്കുമ്പോൾ വിരലുകളുടെ ഇടയിൽ ഒരല്പം അകത്തി വെക്കണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ അകത്തേണ്ടത് റുക്കോയിലും എന്നപോലെ നല്ലപോലെ കൂട്ടിപ്പിടിക്കേണ്ടത് സുജൂദിലുമാണ്. ബാക്കി എല്ലാ സമയത്തും സാധാരണ പോലെ വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുട്ടിൽ വെക്കുമ്പോൾ വിരൽ സാധാരണ പോലെ വിടുമ്പോൾ ഒരല്പം അകന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരല്പം അകന്നിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തഷഹുദ് ഓതുകയും ചെയ്യുക. തഷഹുദ് ഏതാണ് എന്ന് പിന്നെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ തഷഹുദ് ഓതി ഇങ്ങനെ വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നിടത്ത് പിന്നെ വിരൽ ഉയർത്തണോ വേണ്ടേ എന്നതിൽ ഖിലാഫുണ്ട്. ലാഹിറി റിവായത്തിൽ തന്നെ എന്താണ് അങ്ങനെ ഉയർത്തണ്ട എന്നുണ്ട്. പക്ഷെ അവരുടെ ഹനഫി മദ്ഹബിലെ അമല് അങ്ങനെ ഉയർത്തുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉയർത്തുമ്പോൾ എങ്ങനെ ഉയർത്തേണ്ടത്? അപ്പോൾ ഇങ്ങനെ തള്ളവിരലും ആ മധ്യത്തിലെ വിരലും കൂടിയിട്ട് എന്താണ് ഒരു ഹൽക്ക പോലെ പിടിച്ചുകൊണ്ട് ഈ ചൂണ്ടുവിരൽ ഉയർത്തുക എന്നിങ്ങനെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേ പിന്നെ അങ്ങനെയാണ്. അതായത് നടുവിലത്തെ വിരലും തള്ളവിരലും അത് രണ്ടിൻ്റെയും അറ്റം എന്താകണോ അങ്ങനെ കൂട്ടിപ്പിടിക്കണം. അങ്ങനെ അറ്റം കൂട്ടിപ്പിടിക്കുമ്പോൾ ഈ 2 വിരലും കൂടി ഒരു വൃത്തം പോലെയാകും. അപ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറയുന്ന ആ സമയത്ത് ഇത് 2 കൂടി ഇങ്ങനെ അക്കതി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ചൂണ്ടുവിരൽ ഉയർത്തി ഇഷാറത്താക്കിയിട്ട് പിന്നെ അപ്പം തന്നെ താഴ്ത്തിയിടുക എന്നാണ്. പിന്നെ ഉയർത്തേണ്ടത് എപ്പോഴാണ്? ഇല്ല എന്ന് പറയുമ്പോഴാണ് ഉയർത്തേണ്ടത്. ഇല്ലല്ലാ എന്ന് അള്ളാ എന്ന് പറയുമ്പോൾ പിന്നെ താഴ്ത്തുക വേണം. അങ്ങനെ ഉയർത്തി താഴ്ത്തണ്ടേ? അപ്പോൾ ഇർഫഉ സബ്ബാബത്തെ ഇന്ദൻ നഫീ എന്നാണ് പറയുന്നത്. ലുബാബിൽ മറ്റേ കിതാബിലൊക്കെ അങ്ങനെ തന്നെ. ഇല്ല അല്ല ഇന്ദൻ നഫീ എന്നല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ല, ആ ലാ എന്ന് പറയുമ്പോഴാണ് ഉയർത്തേണ്ടത്. അഷ്ഹദു അല്ലാ എന്ന് പറഞ്ഞാൽ അവിടെ അല്ലേ നഫി വരുന്നത്. അപ്പോൾ ലാ എന്ന് പറയുമ്പോൾ അഷ്ഹദു അല്ലാ എന്ന് പറയുമ്പോൾ ഉയർത്തണം. പിന്നെ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ താഴ്ത്തണം. അങ്ങനെ വയദഉഹ ഇൻദൽ ഇസ്ബാത്തി. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ആദ്യം നഫി, ലാ ഇലാഹ എന്ന് നഫി കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലല്ലാഹ എന്ന് ഇസ്ബാത്തുമാണല്ലോ. അപ്പോൾ നഫീൻ്റെ അവിടെ ഉയർത്തുക, ഇസ്ബാത്തിൻ്റെ അവിടെ താഴ്ത്തുക. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? കൂട്ടിപ്പിടിക്കുക. അങ്ങനെ അല്ല ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ വിടുക. അങ്ങനെ പിന്നെ ഇനി തഷഹുദാകുന്നത്. അപ്പോൾ തഷഹുദ് ഓതണം എന്ന് പറഞ്ഞല്ലോ. പിന്നെ അയ്യക്കൂല പറയലാണ്. എന്ത് പറയണം? തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ്. അപ്പോൾ തഷഹുദ് പറയലാണ് എന്താ? തഹിയ്യാത്തു ലില്ലാഹി, തഹിയ്യാത്തുകൾ അള്ളാഹുവിനാണ്. തഹിയ്യാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം മുൽക്ക്, അധികാരം എന്ന പോലെ ബഖാ എന്നതാണ് അങ്ങനെയാണ് ഷറഹ് പറയുന്നത്. അപ്പോൾ അധികാരവും എന്ന പോലെ പിന്നെ എന്നെന്നും ശേഷിക്കുക എന്നുള്ളതും അല്ലാഹു തആലയ്ക്ക് മാത്രമാണ്. വസ്സലവാത്തു സലവാത്ത്, വത്തയ്യിബാത്തു തയ്യിബാത്ത്. അത് പിന്നെ സലവാത്ത് തയ്യിബാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം 5 നേരത്തെ നിസ്കാരമാണ്. നിസ്കാരങ്ങളും അത് തഹിയ്യാത്തു എന്നതിൻ്റെ മേലെ അത്ഫാണ് വസ്സലവാത്തു എന്ന് പറയുന്നത്. 5 നേരത്തെ നിസ്കാരം. തയ്യിബാത്ത് അതിൻ്റെ മേലെ അത്ഫ് തന്നെ. തയ്യിബാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം കെലിമത്തു തയ്യിബത്തിൻ്റെ ബഹുവചന. അപ്പോൾ
വിശുദ്ധ വചനം കലിമത്തു തയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമയാണല്ലോ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ കലിമത്തുകളും. അപ്പോൾ ഷഹാദത്തും നിസ്കാരവും തഹിയ്യത്ത് മുൽക്കും ബഖാവും എല്ലാം അള്ളാഹുവിനാണ് എന്ന. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ ഇത് ഈ തശഹുദിൽ അൽ മുബാറക്കാത്തു എന്നില്ല. പിന്നെന്തുണ്ട്? തഹിയ്യാത്തു ലില്ലാഹി കഴിഞ്ഞിട്ടാണ് വസ്സലവാത്തു വത്തയ്യിബാത്തു, അങ്ങനെ വ്യത്യാസം. പിന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ് ഇതിലുള്ളത്. ഷാഫി മദ്ഹബിലെ തർജീഹ് അനുസരിച്ച് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടിനി തശഹുദ് ഓതണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓതിയിട്ടിനി ഒന്നാമത്തെ തശഹുദിൽ എന്താണ് ഇതിനേക്കാൾ വർദ്ധിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. വലാ യസീദു അലാ ഹദാഫിൽ ഖഅദത്തിൽ ഊല, ഒന്നാമത്തെ തശഹുദിൻ്റെ ഇരുത്തത്തിൽ ഈ തശഹുദ് മാത്രമേ ചൊല്ലാവൂ, അതിനേക്കാൾ അപ്പുറത്തൊന്നും ചെല്ലരുത്. അതിനേക്കാൾ അധികം ചെല്ലരുത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചെല്ലരുത് എന്നർത്ഥം. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്തും ദുആയും ആണല്ലോ ഉള്ളത്. അത് രണ്ടും ഒന്നാമത്തെ തശഹുദിലില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മറന്നു ഓതിപ്പോയാലോ? മറന്നു ഓതിപ്പോയാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യണമെന്നാ. ഫൈൻ സാദ ഇൻകാന ആമിദൻ കുരിഹ, ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ തഹരീമിൻ്റെ കറാഹത്താണ്. വൈൻകാന സാഹിയൻ, മറന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലൈഹി സുജൂദു സഹ്വി, അവൻ സഹവിൻ്റെ സുജൂദ് ചെയ്യണം എന്ന് പിന്നെ ജൗഹറത്തിൻ്റെ ഇറയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ മസ്ബൂക്കാണെങ്കിലോ, മസ്ബൂക്ക് ഇമാമ തഹിയ്യാത്ത് ഓതുമ്പോൾ ഇയാളവിടെ ഇരിക്കുമല്ലോ. ഇയാളവിടെ ഇരിക്കുമ്പോൾ എന്താക്കണോ? ഇതിനെക്കാട്ടി വർദ്ധിപ്പിക്കാൻ പറ്റുമോ? അവിടെ ഖിലാഫുണ്ട്. റാജി മുഖ്താർ നിഹായിൽ പറഞ്ഞ അനുസരിച്ച് മുഖ്താർ അന്നഹു യതി ബി തശഹുദി വബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദഅവാത്തി, അത് ഇമാമിനോട് താബിയായതുകൊണ്ട് എന്ത് ചെയ്യുക? തശഹുദ് ഓതുക. അതായത് മസ്ബൂക്ക് ഇമാമിൻ്റെ കൂടെ തഹിയ്യാത്തിലിരിക്കുമ്പോൾ, അവസാനത്തെ തഹിയ്യാത്തിലിരിക്കുമ്പോൾ അയാൾ തശഹുദ് ഓതുക, സ്വലാത്തും ചെല്ലുക, ദുആ ഇറക്കുക, ഇമാമ് സലാം കിട്ടുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ആ മസ്ബൂക്കായ ആൾ ചെയ്യേണ്ടത്. മസ്ബൂക്ക് അതെല്ലാം ചെയ്യണം എന്നും പറഞ്ഞു. പിന്നെ ഈ സെഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് എത്രയല്ല ഉണ്ട്? സെഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ്? തശഹുദ് കഴിഞ്ഞിട്ട് ഒരു സലാം കിട്ടുക, വലത്തോട്ടൊരു സലാം കിട്ടുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? സെഹ്വിൻ്റെ സുജൂദ് 2 എണ്ണം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തശഹുദും സ്വലാത്തും ദുആയും ഇരുന്നിട്ട് പിന്നെ 2 സലാം കിട്ടുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ തശഹുദിൻ്റെ രൂപം. അപ്പോൾ ഈ ആദ്യം സുജൂദ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വെറും തശഹുദ്, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ നമ്മളെ അബ്ദുഹു റസൂലുഹു വരെ മാത്രമാണോ? അതല്ല, എന്താണ്? അത് കഴിഞ്ഞിട്ട് സ്വലാത്തും ദുആയും കഴിഞ്ഞിട്ടാണോ ഒരു സലാം കിട്ടിയിട്ട് സെഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ജൗഹറത്തിൻ്റെ ഇലയിൽ പറയുന്നു. വൈദാക്കാന അലൽ മുസല്ലി സജ്ദത്ത അസ്സഹ്വി, നിസ്കരിക്കുന്ന ആളിന് സെഹ്വിൻ്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ ബലഗ ഇല അബ്ദുഹു റസൂലുഹു, ഇവിടെ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് പറഞ്ഞല്ലോ, അവിടം വരെ എത്തിയാൽ ഹൽ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയദുഉ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും ചൊല്ലി ദുആ ഇറക്കണോ? അല്ല, എന്താണ്? അബ്ദുഹു റസൂലുഹു അവിടെ വെച്ചൊരു ഒന്നാമത്തെ സലാം കിട്ടണോ? എന്നിടത്ത് ഖാലൽ കർഹിയ്യു ലാ യസീദു അലാ അബ്ദുഹു റസൂലുഹു, അബ്ദുഹു റസൂലുവിൻ്റെ അവിടെ എന്താണ്? അതിൻ്റെ അപ്പുറത്തേക്ക് ഓതരുത്. വയുസല്ലിമു, അവിടുന്ന് ഒരു സലാം ചെല്ലണം. വയത്തി ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദഅവാത്തി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചെല്ലേണ്ടതും ദുആ ഇറക്കേണ്ടതുമൊക്കെ ഫി തശഹുദി സുജൂദി സഹ്വി, സുജൂദ് സഹ്വ് കഴിഞ്ഞിട്ടുള്ള തശഹുദിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഖിലാഫുണ്ട്. വഅല ഖിയാസി ഖൗലി തഹാവി യതി ബിഹി ഖബ്ല സുജൂദി സഹ്വി, തഹാവി ഇമാം പറഞ്ഞ ഖിയാസ് അനുസരിച്ച് സുജൂദ് സഹ്വിൻ്റെ മുമ്പാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ അവർ സാധാരണ ചെയ്യൽ തിരിച്ചാൽ, അപ്പം ഇമാം ഗർഹി പറഞ്ഞ പോലെ തശഹുദ് അബ്ദുഹു റസൂലുഹു പറഞ്ഞാൽ ഒരു സലാം കൂട്ടും, എന്നിട്ട് സഹ്വിൻ്റെ സുജൂദ് 2 എണ്ണം ചെയ്യും, പിന്നെ ഇരുന്നിട്ട് എന്താക്കും? തശഹുദ് ഓതി സ്വലാത്ത് ഓതി ദുആയും ഇരുന്നിട്ട് പിന്നെ 2 സലാം കൂട്ടും. ഇങ്ങനെയാണ്. പിന്നെ ഇനി
അപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ റക്അത്താണ്